പെട്ടെന്ന് കോഴിക്കോടേക്ക് പോവുകയാണ്. അവിടെ അറിയാമല്ലോ 13 മണ്ഡലങ്ങളിലാണ്. അവിടെ 5ഇടങ്ങളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമെന്നാണ് ഞങ്ങളുടെ ലേഖകർ റിപ്പോർട്ട് ചെയ്യുന്നത്. അത് ഇനി പറയുന്നതാണ്. ബേപ്പൂർ, പേരാമ്പ്ര, കോഴിക്കോട് നോർത്ത്, കുന്നമംഗലം, നാദാപുരം മണ്ഡലങ്ങളിൽ അവിടെയാണ് ജനവിധി പ്രവചനാതീതമെന്ന് ഇപ്പോൾ തോന്നുന്നത്. അട്ടിമറി പ്രതീക്ഷിച്ചുകൊണ്ട് UDF നിൽക്കുകയാണ്. സമീർ ചേരുകയാണ്. സമീർ, എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? ഈ കോഴിക്കോട് അവസാന നിമിഷം നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ UDF-നാണോ LDF-നാണോ മേൽക്കൈ? ജിമ്മി, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 13 നിയമസഭാ മണ്ഡലങ്ങളിൽ 11ഇടത്തും LDF-ന്റെ വലിയ വിജയമാണ് ഉണ്ടായത്. 2ഇടങ്ങളിൽ മാത്രമാണ് UDF-ന് വിജയിക്കാൻ കഴിഞ്ഞത്. വടകര UDF RMP സ്ഥാനാർത്ഥി KK രമ വിജയിച്ചു. അതുപോലെ തന്നെ കോഴിക്കോട് കൊടുവള്ളിയിൽ നിന്ന് ഡോക്ടർ MK മുനീറും വിജയിച്ചു. മറ്റ് 11ഇടത്തും LDF-ന്റെ കുത്തകയായി മാറുന്ന കാഴ്ചയാണ് കണ്ടത്. എന്നാൽ ഇത്തവണ അതിൽ കാതലായ മാറ്റം ഉണ്ടാകുമെന്നുള്ള ഉറച്ച പ്രതീക്ഷയാണ് UDF-നുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബേപ്പൂര്, അതുപോലെ പേരാമ്പ്ര, നാദാപുരം, അതുപോലെ കുന്നമംഗലം, അതുപോലെ തന്നെ മറ്റു പ്രധാനപ്പെട്ട മണ്ഡലമുള്ളത് ഇങ്ങനെ ഈ 4 മണ്ഡലം. അതോടൊപ്പം തന്നെ ഒരു മണ്ഡലം കൂടി അവർക്ക് വലിയ സ്വാധീനം അവർ പറയുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നാദാപുരത്ത് ഇത്തവണ ഒരു അട്ടിമറി ഉണ്ടാകും എന്ന് UDF ഉറപ്പിക്കുന്നുണ്ട്. അവിടെ CPI-യുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള P വസന്തമാണ് സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത്. UDF-ന്റെ സ്ഥാനാർത്ഥി കൊണ്ട് KM അഭിജിത്തുമാണ്. അവിടെ ഇത്തവണ ഒരു മാറ്റം ഉണ്ടാകുമെന്നുള്ള ഒരു ഉറച്ച പ്രതീക്ഷ അവർക്ക് പങ്കുവെക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ കുന്നമംഗലത്ത് അവിടെ വാശിയേറിയ മത്സരമാണ് നടക്കുന്നത്. അവിടെ UDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് MA റസാഖ് മാസ്റ്ററാണ്. അതുപോലെ തന്നെ സിറ്റിംഗ് MLA ആയിട്ടുള്ള PT റഹീമാണ് അവിടെ മത്സരിക്കുന്നത്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങളെ അവർ താരതമ്യം ചെയ്യുന്നു. അതുപോലെ തന്നെ മറ്റേ വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങൾ അവിടെ പഠന വിഷയമാക്കുന്നുണ്ട്, അവർ ചർച്ച ചെയ്യുന്നുണ്ട്. മറ്റു 2 മണ്ഡലങ്ങളെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഒന്ന് പേരാമ്പ്രയാണ്, അതുപോലെ തന്നെ മറ്റൊന്ന് ബേപ്പൂരുമാണ്. ഈ 2 മണ്ഡലങ്ങളും LDF-ന് വലിയ കുത്തകയാണ്. കാലങ്ങളായി LDF-നൊപ്പം നിൽക്കുന്ന മണ്ഡലങ്ങളാണ്. പേരാമ്പ്ര 4 പതിറ്റാണ്ടായിക്കൊണ്ട് LDF-നൊപ്പം നിൽക്കുന്നു. അവിടെ മത്സരിക്കുന്നത് LDF-ന്റെ കൺവീനർ കൂടിയായിട്ടുള്ള TP രാമകൃഷ്ണനാണ്. വലിയ വിജയം അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ട്. അതേസമയം തന്നെ ഫാത്തിമ തെഹ്ലിയ വന്നതോടുകൂടെ UDF-ന്റെ ക്യാമ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള ഈ പ്രചാരണ വിഷയമായി മാറിയിട്ടുള്ള അനൗൺസ്മെന്റ് വിവാദം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് മതവർഗീയതപരമായിട്ടുള്ള പല വിഷയങ്ങളും ഉണ്ടാകുന്നുണ്ട്. അത്തരം വിഷയങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ അത് UDF പ്രചാരണ വിഷയമാക്കിയിട്ടുണ്ട്. എന്നാൽ തെരഞ്ഞെടുപ്പിൽ അത്തരം കാര്യങ്ങളൊന്നുമല്ല തങ്ങൾ ചർച്ച ചെയ്യുന്നത്, വികസനം മാത്രമാണ് ചർച്ച ചെയ്യുന്നത് LDF പറയുന്നു. സത്യത്തിൽ ഈ പേരാമ്പ്രയിലും ബേപ്പൂരിലും അങ്ങനെ കാര്യമായ പോരാട്ടം വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ബേപ്പൂരിലാണെങ്കിൽ വേറെ രീതിയിൽ സ്റ്റാർ സ്ഥാനാർത്ഥികൾ ഉള്ളത് കൊണ്ട് ഒരു പ്രാധാന്യമുണ്ട്. സത്യത്തിൽ ഈ 2 മണ്ഡലങ്ങളിൽ വലിയ പോരാട്ടമുണ്ടോ? 2 മണ്ഡലങ്ങളിലും തുടക്കത്തിൽ ഉള്ളതുപോലെയല്ല വലിയ രീതിയിലുള്ള പ്രചാര പരിപാടികളുമായിട്ട് ഇടത് മുന്നണി മുന്നോട്ട് പോകുന്നു. അതിനൊപ്പം തന്നെ UDF മുന്നോട്ട് പോകുന്നു. അവിടെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ബേപ്പൂരിൽ PV അൻവർ കളമുറപ്പിക്കുന്നു. അവിടെ വലിയ രീതിയിലുള്ള പ്രചാരണ പരിപാടികളോട്ട് മുന്നോട്ട് പോകുന്നു. മാത്രമല്ല ഇസം എന്നുള്ള ആ ഒരു വാക്കുപയോഗിച്ചുകൊണ്ട് അദ്ദേഹം വലിയ രീതിയിലുള്ള പ്രചാരണ പരിപാടിയിലേക്ക് നീങ്ങുന്നു. മരുമോനിസം, അതുപോലെ പിണറായിസം, ഈ 2നും അവസാനം ഉണ്ടാകുമെന്നും ബേപ്പൂർ UDF തൂക്കും എന്നും പറഞ്ഞുകൊണ്ടാണ് വലിയ പ്രചാരണ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അവിടെ എത്രമാത്രം അവർക്ക് വിജയിക്കാൻ കഴിയും എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ചും LDF-ന് വലിയ കുത്തകയായിട്ടുള്ള ഒരു മണ്ഡലമാണത്. അതേസമയം തന്നെ വലിയൊരു ചലനം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതിൽ സംശയമില്ല. കഴിഞ്ഞ ദിവസം VD സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ എത്തുന്നു. അതുപോലെ ഷാഫി ഫാർമൽ ഉൾപ്പെടെ എത്തിക്കൊണ്ട് ഇന്ന് പുലർച്ചെ 2 മണിയോട് കൂടിയൊക്കെയായിരുന്നു വലിയ ഒരു റോഡ് ഷോ ഉണ്ടായിരുന്നത്. ആ റോഡ് ഷോയിലൊക്കെ വലിയ ജനങ്ങളുടെ ഒരു സാന്നിധ്യം നമുക്ക് കാണാനാകുമായിരുന്നു. അതെല്ലാം വോട്ടായി മാറുകയാണ് എങ്കിൽ ഇത്തവണ ഒരു അട്ടിമറി ഉണ്ടാകും എന്നാണ് UDF പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ തവണ 28,000 വോട്ടിനാണ് PA മുഹമ്മദ് റിയാസ് അവിടെ വിജയിച്ചു കയറിയത്. എന്നാൽ ഇത്തവണ അത്തരമൊരു വിജയം സാധ്യമാകില്ല എന്ന് തന്നെയാണ് UDF പറയുന്നത്. മറ്റു പ്രധാനപ്പെട്ട കാര്യമുള്ളത് പേരാമ്പ്രയുടെ കാര്യമാണ്. പേരാമ്പ്ര കഴിഞ്ഞ 4 പതിറ്റാണ്ടായി CPM-ന്റെ സ്ഥാനാർത്ഥികൾ മാത്രം വിജയിച്ചു വന്ന മണ്ഡലമാണ്. 20,000-ലധികം വോട്ടിനാണ് TP രാമകൃഷ്ണൻ കഴിഞ്ഞ തവണ വിജയിക്കുകയും ചെയ്തത്. അവിടെയാണ് ഇത്തവണ UDF വലിയ പ്രതീക്ഷ പങ്കുവെക്കുന്നത്. ഫാത്തിമ തെഹ്ലിയ വന്നതോടുകൂടെ വലിയ ഓളം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ ഓളത്തിനൊത്ത് ജനങ്ങൾ ഒരു ഭരണവിരുദ്ധ തരംഗത്തിലേക്ക് നീങ്ങിയ ഒരു ചിന്താഗതി കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു അട്ടിമറി വിജയം ഉണ്ടാകും എന്നാണ് UDF കണക്ക് കൂട്ടുന്നത്. ഏതായാലും ഈ 2 മണ്ഡലങ്ങളും LDF ഉറപ്പിച്ച മണ്ഡലമാണ്. അതേസമയം തന്നെ UDF ഇത്തവണ അവിടെ അട്ടിമറി ഉണ്ടാകും എന്ന് ഉറപ്പിച്ച് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെയാണ് കുന്നമംഗലത്തെ കാര്യവും അതുപോലെ നാദാപുരത്തെ കാര്യമൊക്കെ അത്തരത്തിലാണ് കാര്യങ്ങൾ. ശക്തമായ പോരാട്ടം കോഴിക്കോട് ജില്ലയിൽ ആകെ വളരെ വലിയ പോരാട്ടമുണ്ട്. ഇന്നലെ രാത്രി റോഡ് ഷോകളിലൊക്കെ ഇരു വിഭാഗങ്ങളിലെയും റോഡ് ഷോയിലൊക്കെ വളരെ വലിയ ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു. കോഴിക്കോട് ജില്ല ഈ തിരഞ്ഞെടുപ്പിൽ എല്ലാവരും സാഗൂതം വീക്ഷിക്കുന്ന കഴിഞ്ഞ LDF-ന്റെ കുത്തകയായിരുന്ന സ്ഥലമാണ്.